അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മികച്ച ഉദ്യോഗസ്ഥനായിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രവർത്തന പരിചയമുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹം ഒരു ഭക്തൻ കൂടിയാണ്. അദ്ദേഹം ഏത് വേദിയിലും തുറന്നു പറയുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ നിയമനത്തെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത്? അല്ല, ഈ CPM-ന്റെ ഒരു പരുവം, CPM-ന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ശബരിമലയെ പോലെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ പോലെയോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ വിശ്വാസികൾ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഏതെങ്കിലും സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ ഭരിക്കാനോ കഴിയുകയില്ല എന്ന് കാലഘട്ടം തെളിയിച്ചത് കൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ ജയകുമാറിലേക്ക് പോയത്. കാരണം ഇത്രയും കാലം CPM-ന്റെ നോമിനികളാണെങ്കിൽ പോലും അവിടെ ഭരിച്ചിട്ടുള്ളത് മുഴുവനും CPM-ന്റെ നേതാക്കന്മാരല്ലായിരുന്നു. അവരൊക്കെ ഉദ്യോഗസ്ഥന്മാരോ മറ്റു തരത്തിലുള്ള വിശ്വാസികളായിരുന്നു. പക്ഷേ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്ന ശേഷമാണ് ദേവസ്വം ബോർഡിനകത്ത് അറിയപ്പെടുന്ന പാർട്ടി നേതാക്കന്മാരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാക്കി വെച്ച് കൊണ്ടുവച്ചത്. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം അത് വലിയ കൊള്ളയും അഴിമതിയും ഈ ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ ഏതാണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കീഴിലുള്ള 12 ക്ഷേത്രങ്ങളിലെ സ്വർണ്ണക്കൊഴിമരം, ഇത്രയും കാലം സ്വർണം പൊതിഞ്ഞു നൽകിയ സ്വർണ്ണക്കൊഴിമരം, അത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ബോർഡ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ഇതേ കമ്പനിക്ക് തന്നെ അത് വലിയൊരു കൂടാലോചന, നിസ്സാര കാര്യമല്ല. 12ഓളം കൊടിമരങ്ങൾ പരമ്പരാഗതമായ രീതിയിൽ സ്വർണം പൊതിയുന്നതിന് പകരം ഈ തമിഴ്നാട് കമ്പനിയുടെ കയ്യിലേക്ക് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച് തീരുമാനം മാറ്റി എഴുതിയ ഒരു ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് അവര് വലിയൊരു അഴിമതിയാണ് ഇതുകൊണ്ട്. തീർച്ചയായും അത്തരം അഴിമതികൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജയകുമാറിനെ പോലെ ഒരാൾ ഇതിന്റെ തലപ്പത്തേക്ക് എത്തിയാൽ ഒരു ശുദ്ധീകരണത്തിന് സാധ്യത കാണുന്നുണ്ടോ? അല്ല, ശുദ്ധീകരണമൊന്നും പറ്റത്തില്ല. കാരണം ഇവിടെയുള്ള ആ ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ലേ ഉള്ളൂ. പക്ഷേ ജയകുമാറിന് വിശ്വാസിയാണ്. ജയകുമാർ ദേവസ്വം ബോർഡിന്റെ മുൻ കമ്മീഷണറാണ്. ദേവസ്വം ബോർഡില്ലാത്ത കാലത്ത് ദേവസ്വം ബോർഡ് ഒറ്റക്ക് ഭരിച്ച ഒരാളാണ് ഈ ജയകുമാർ. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ശബരിമല മാസ്റ്റർ പ്ലാൻ ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ശബരിമലയിലെ ബുക്കും മൂലയും അറിയാവുന്ന ഒരാളാണ്. എങ്ങനെയാണ് ശബരിമലയിൽ വികസനം കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തതയുള്ള ആളാണ്. അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഒരു മനുഷ്യ മുഖമുള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷേ ഈ ഭരണം അദ്ദേഹത്തിനെ കൈകടത്തിയാൽ അദ്ദേഹം ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വതന്ത്രമായി വിട്ടാൽ അദ്ദേഹത്തിന് 2 കൊല്ലക്കാലം കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും. പക്ഷെ 6 മാസം ഈ CPM തീരുമാനം വളരെ ബുദ്ധിപൂർവമായ തീരുമാനമാണ്. 6 മാസം കഴിയുമ്പോൾ UDF-ന്റെ ഗവൺമെന്റ് വരും. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൊലകൊമ്പനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റെങ്കിൽ അവരും ജയിലിൽ പോകേണ്ട സ്ഥിതി ഉണ്ടാകും. അന്ന് ഇതുപോലെയുള്ള കേസന്വേഷണമല്ലല്ലോ. അപ്പൊ അതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരാളെ ജയിലിൽ വിടേണ്ട. അതുകൊണ്ട് ജയകുമാറിനെ പോലെ ഒരാളെ വെച്ച് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോർഡ് തെരഞ്ഞെടുപ്പ്, അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പിലെല്ലാം അവർക്ക് വിശ്വാസികളുടെ മുന്നിൽ ഒരു മാനം കെടാതെ നിൽക്കാനുള്ള ഒരു ശ്രമമാണ് LDF നടത്തിയിരിക്കുന്നത്. റൈറ്റ്, വളരെ നന്ദി. എന്തായാലും അടുത്ത തവണ തെരഞ്ഞെടുപ്പോടുകൂടി ഭരണം മാറും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഘട്ടത്തിലെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ജയകുമാറിനെ പോലെ ഒരാളെ, മനുഷ്യമുഖമുള്ള വ്യക്തി എന്നാണ് പറയുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥ വൃന്ദം അദ്ദേഹത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കുമോ എന്ന സംശയവും അജയ് തറയിൽ പങ്കുവെക്കുന്നുണ്ട്. വളരെ നന്ദി പ്രതികരിച്ചതിന്.